ഇന്നും ആർക്കിടെക്ട്സിന് ഉത്തരം കിട്ടാത്ത ചോദ്യം നിലകൊള്ളുന്ന നിർമ്മാണ വിസ്മയമാണ് ഇറ്റലിയിലെ പിസ ടവർ. കൺസ്ട്രക്ഷനിലെ പിഴവ് കൊണ്ട് ചെരിഞ്ഞുപോയ ടവർ 850 വർഷത്തിലധികമായി ചെരിഞ്ഞു തന്നെ നിലനിൽക്കുന്നു. 1292 മുതലുള്ള കാലഘട്ടത്തിൽ ശക്തിയേറിയ 4 ഭൂകമ്പങ്ങൾ പിസ ടവർ അതിജീവിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നത് ഇന്നും ചോദ്യം മാത്രമാണ്. നിലവിൽ 4 ഡിഗ്രിയോളമുള്ള ടവറിന്റെ ചെരിവ് 2 നൂറ്റാണ്ടോളം ശ്രമിച്ചാണ് കുറയ്ക്കാൻ കഴിഞ്ഞത് എന്നറിയാമോ? 12ാം നൂറ്റാണ്ടിൽ പിസ നഗരത്തിലെ ക്ലേ, മഡ്, വെറ്റ് സാൻഡ് എന്നിവ അടങ്ങിയ സ്ഥിരതയില്ലാത്ത അടിത്തറയിലാണ് ടവർ നിർമ്മാണം ആരംഭിച്ചത്. 3ാം നിലയുടെ പണി ആരംഭിച്ചപ്പോൾ തന്നെ ഉറപ്പില്ലാത്ത അടിത്തറ മൂലം ടവർ ചെരിഞ്ഞു തുടങ്ങി. ഗവൺമെന്റ് ടവറിന്റെ പണി നിർത്തിവെച്ചു. സാധാരണഗതിയിൽ കെട്ടിടം മുഴുവനായും ചെരിഞ്ഞ് നിലം പൊത്തേണ്ടതാണ്. പക്ഷേ 100 വർഷത്തോളം നീണ്ട യുദ്ധത്തിനിടയിൽ പിസ നഗരം പെട്ടുപോയതോടെ ടവറിന് കീഴിലുള്ള മണ്ണിന് ഉറപ്പ് വന്ന് ടവർ ചെരിഞ്ഞ് തന്നെ നിൽക്കാൻ തുടങ്ങി. യുദ്ധശേഷം വർഷങ്ങളോളം പല രീതിയിൽ ഈ ചെരിവ് ശരിയാക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇതിനിടയിൽ ടവറിന്റെ ചെരിവ് 5.5 ഡിഗ്രി വരെ എത്തി. 5.44 ഡിഗ്രിയിൽ കൂടിയാൽ ടവർ നിലതെറ്റി വീഴേണ്ടതാണ്. പല ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും ശ്രമിച്ചിട്ടും പിസ ടവറിന്റെ ചെരിവ് നേരെയാക്കാനോ എന്തുകൊണ്ട് ടവർ വീഴാതെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനോ കഴിഞ്ഞില്ല. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിരവധി പഠനങ്ങൾക്ക് ശേഷം എഞ്ചിനീയേഴ്സ് ടവറിന്റെ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തു കൗണ്ടർ വെയ്റ്റ് സംവിധാനവും സ്റ്റീൽ കേബിൾസും സ്ഥാപിച്ചു. പതുക്കെ പിസ ടവറിന്റെ ചെരിവ് കുറഞ്ഞ് 4 ഡിഗ്രിയിൽ ഇന്ന് നാം കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. ഗലീലിയോയുടെ പരീക്ഷണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കെട്ടിടം കൂടിയാണ് പിസ ടവർ. 2 വ്യത്യസ്ത വസ്തുക്കൾ ഗുരുത്വാകർഷണം മൂലം താഴേക്ക് പതിക്കുമ്പോൾ വേഗത തുല്യമായിരിക്കുമെന്ന് തെളിയിക്കാൻ ഈ ചെരിഞ്ഞ ഗോപുരമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഒന്നുകിൽ കാലം കഴിയും തോറും ചെരിഞ്ഞ് പിസ ടവർ തകർന്നു വീണേക്കാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ സ്ഥിരമായി മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞേക്കാം. എന്തു തന്നെയായാലും എഞ്ചിനീയറിംഗ് വിദഗ്ധർ ഇന്നും കൗതുകത്തോടെ നോക്കുന്ന ഒരു നിർമ്മിതിയാണ് പിസയിലെ ഈ ചെരിഞ്ഞ ഗോപുരം. നിങ്ങളുടെ തോട്ട്സ് കമന്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട.